എണീക്കുന്നു അമ്മാവാ എണീക്കിങ്ങോട്ട് എണീക്കിങ്ങോട്ട്. അതെ സംഗതി ആകെ വിഷയമായിട്ടുണ്ട്. ഒരു പെണ്ണുണ്ട് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ വന്ന് നിൽക്കണം. ഞാൻ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ എന്നെ വന്നിട്ട് വിളിക്കാണ്, ചേട്ടാ ചേട്ടാ എണീക്കേട്ടാ എണീക്കേട്ടാന്ന് പറഞ്ഞിട്ട്. ഒരു ചായ ക്ലാസ് ഉണ്ട് ഇവിടെ കയ്യില്. എന്റെ വിചാരം ജമന്തിയാന്നാ. പക്ഷെ ജമന്തി അല്ല, വേറെ ഏതൊരു പെണ്ണാണ്. അളിയന് തോന്നിയതുമല്ലോ ആയിരിക്കും ചിലപ്പോ. എനിക്ക് തോന്നിയതൊന്നും അല്ലാന്ന്. അവളെന്താ മണിക്കുട്ടിന്നാ കിരിക്കുട്ടിന്ന് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് യഥാർത്ഥ പെണ്ണോ? യഥാർത്ഥ പെണ്ണ അല്ലടാ. പിന്നെന്താണ് ഈ മണിക്കുട്ടി എന്ന് പറയുമ്പോ ഞാൻ ഇന്നലെ വന്നില്ലടാ മണിക്കുട്ടൻ. എന്റെ അമ്മാവ നിങ്ങൾ എന്തൊക്കെ വണ്ടിമേലാണ് ഉണ്ടാക്കി തീർക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാട്ടാ. നമ്മളെന്ത് പഴിച്ചെന്ന്? നമ്മളാണ് പഴിച്ചത്. എന്താ സംഭവം എന്നറിയാമോ? നമ്മൾ 3 പേരും കൂടെ അവന്റെ കൂടെ ചെന്നിട്ട് അവളെ വിളിച്ചോണ്ട് വന്നു. അയ്യോ നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങിയില്ലേ, പിന്നെ എങ്ങനെ അത് ശരിയാവും? നമ്മൾ ഇവിടെ കിടന്ന് ഉറങ്ങല്ലേ? ഞാനത് പറഞ്ഞു. അപ്പൊ അവള് പറയാണ്, നമ്മൾ പറഞ്ഞത്ര അവളോട് ഈ വീട്ടില് 1 ദിവസമോ ഒരാഴ്ചയോ 1 മാസമോ എത്ര ദിവസം വേണമെങ്കിലും നിന്നോന്ന്. അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ പറയൂലെയാ? പറയൂ. എന്നിട്ട് അവനെവിടെ? ഈ മണിക്കൂട്ടൻ അവൻ എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എല്ലായിടത്തും നോക്കി എവിടെയും കാണാനില്ല. എന്നിട്ട് പെണ്ണെവിടെ? നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാ? പിന്നെ ഞങ്ങൾ എങ്ങനെ പറയണം കൊച്ചേ? ഇതിനൊക്കെ ഈ അമ്മാവനെ പറഞ്ഞാ മതി. വഴിയ പോണ എല്ലാ വയ്യാവേലും എടുത്ത് തലയിൽ വെച്ചോളൂ. ഞാൻ എന്ത് ചെയ്തു? നിങ്ങൾ എന്താ ചെയ്യാത്തത്? എന്തിനാണെന്ന് അവൻ എങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നത്? എടാ ഞാൻ അവനെ കൊണ്ടുവന്നു എന്നുള്ളത് ശരാ. പക്ഷെ ഇവിടെ വന്ന് അതന്നെ ഞാൻ ചോദിക്കണേ, എങ്ങനെ വന്നത്? എങ്ങനെ വന്നു? എടാ ഞാൻ ഈ വയസ്സുകാലത്ത് നിങ്ങൾ 2 എണ്ണം കട്ടിക്ക് വന്നപ്പോ അത് കഴിച്ച് സൈഡായിട്ട് പിന്നെ ഞാൻ രാവിലെ നീക്കുമ്പോ ഇതിനെ ഇവിടെ എത്തിയെന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞു. സത്യം പറ കുട്ടിയാ, നീ എങ്ങനെ ഇവിടെ വന്നു? നിങ്ങൾ 3 എന്നെ ഇവിടെ കൊണ്ടുവന്നേ. അതാ പിന്നെ എന്റെ കൊച്ചു നിന്റെ ഊരും പേരും അറിഞ്ഞൂടാതെ ഞങ്ങൾ എപ്പോഴും നിന്നെ ഒന്ന് വിളിച്ചിറക്കിയ? മര്യാദക്ക് നീ സത്യം പറഞ്ഞു. എന്റെ സ്വഭാവം മഹാപേശക. അത് നിങ്ങൾ 3 മണിക്കൂട്ടച്ചന്റെ കൂടെ ഇറങ്ങി വിട്ടേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ, നിങ്ങൾ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എങ്ങോട്ട് പോവും? അല്ലടാ, ഇത് തങ്കത്തിന്റെ വാക്സിൻ അല്ലേ? ഇതെങ്ങനെ ഇവിടെ കിട്ടി? ഇതെങ്ങനെ കിട്ടി വെച്ച നിനക്ക്? ചേട്ടൻ തന്നെ. ഞാനോ? എപ്പോ തന്ന്? രാത്രി ചേട്ടന്റെ ഭാര്യയുടെ നൈറ്റിയാണ് അവളിട്ട ചേർന്നേക്കാള് ഞാൻ ഇട്ടിട്ടാണ് ഭംഗിന്ന് പറഞ്ഞു. അയ്യോ എന്റെ പൊന്നു വെച്ച ആവശ്യമില്ലാതെ അളിയാ ഞാൻ. അപ്പൊ നമ്മൾ ഉറങ്ങി കിടക്കുമ്പോ അമ്മാവാ എന്തോ അമ്മാവായി പറയുന്നത്? അല്ല കൊച്ച, നീ അവന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പോന്നല്ലേ? ഡ്രസ് ഒന്നും എടുക്കാണ്ടാണ് അങ്ങോട്ട് വന്നത്. അതിനൊന്നും ഈ കനകൻ ചേട്ടൻ സമ്മതിച്ചില്ല. ഞാനാ? അതെ കൊച്ച, ഞാനൊരു കാര്യം പറയാം. വെറുതെ അനാവശ്യമായിട്ട് ഞങ്ങളെ കൊടുക്കാനുള്ള പരിപാടിയാണെന്നല്ലോ ഞാൻ വലിച്ച് പുറത്തോട്ട് ചവിട്ടി ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. സത്യം പറ, കളിക്കാൻ നീയും വനും കൂടിയിട്ടല്ലേ ഈ പരിപാടി? അമ്മാവ ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇപ്പൊ അമ്മാവ് നിന്ന് ഉരുണ്ട് കളിക്കല്ലേ? അവനെവിടെ അമ്മാവ? അമ്മാവ് കൊണ്ടുവന്ന് അവനെവിടെ? അവനെവിടെ? കുട്ടിയെ സത്യം പറ, അങ്ങനെയാണ് മണിക്കൂട്ടനെവിടെ? നിങ്ങൾ ഉണരുന്ന മുമ്പ് ചേട്ടൻ പോയി. 2 കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയി. എന്ത് കാര്യം? കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വരാന്ന് പറഞ്ഞു. അയ്യോ, എന്നിട്ട് ഇപ്പൊ സമയം എത്രയായി? അവനെവിടെ? അതെ ഇപ്പൊ വരും. നോക്കണ്ട, ചതിച്ചതാ അവൻ ചതിച്ചതാ. ഇത് പോലീസ് കേസാവും. ഇത് കുഞ്ഞുകളി എന്നല്ല, ഇത് വിഷയം വേറെയാണ്. എന്ത് വേണമെങ്കിൽ ആയിക്കോ. എന്നെ കിട്ടൂല. നിങ്ങളൊക്കെ കൂടിയില്ലേ ചെയ്ത്? മോളെ പോലീസ് ചോദിച്ചുണ്ടല്ലോ, ഞാനോ അതുകൊണ്ട് ഞങ്ങള് കുടുംബക്കാരാ. അമ്മാവനാണ് ഇത് കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞോളാം കേട്ടാ. ഞങ്ങളെ കുടുംബം കോഞ്ഞാട്ടയാക്കരുത്. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞാൻ വന്നേ ഇവിടെ? ഈ അമ്മാവനാണ് പറഞ്ഞത്. അച്ഛേ, കാല് പിടിക്കാം, ഒന്നിറങ്ങി തരൂ. ഇപ്പൊ വീട്ടിൽ പോയ ഒരു കുഴപ്പമുണ്ടാവില്ല. ഒന്ന് പറഞ്ഞേക്കടാ. അതെ അങ്ങോട്ട് നിന്റെ വീട്ടിൽ കൊണ്ടാകട്ടെ? വേണ്ട, അവരറിയാതെ ഞാൻ വന്നേ. നിനക്ക് നിന്റെ വീട്ടിലേക്കുള്ള വഴി അറിഞ്ഞൂടെ? വരുന്നില്ല ഇനി അങ്ങോട്ട്. എന്ന് പറഞ്ഞാ എങ്ങനെ ശരിയാവും? ഇവിടെ നിൽക്കാനൊന്നും പറ്റില്ല വെച്ചാ. നിങ്ങളല്ലേ പറഞ്ഞു ഇവിടെ നിന്നോ, ഒരാഴ്ചയല്ല 1 മാസം നിന്നോളാൻ. ആര്? ഞങ്ങളാ? അതിവിടെ നിന്നോളാനോ? അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. നീ ഇപ്പൊ ഇറങ്ങണം, ഇവിടുന്ന് ഇറങ്ങി. അതെ, മണിക്കൂട്ടച്ചേട്ടൻ വന്നിട്ട് അല്ല കൊച്ചു മണിക്കൂട്ടനെ ഒന്ന് വിളിക്ക്, ഫോണിൽ വിളിക്ക്. ഞാൻ വിളിച്ചു, സ്വിച്ച് ഓഫ്. അയ്യോ, അപ്പാവുമ്പോഴെ ഇവിടെ ഇട്ടിട്ട് മുങ്ങിയതാടാ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, നേരെ അമ്മാവിന്റെ വീട്ടിലോട്ട് ഒന്ന് കൊണ്ടുപോയാൽ. ഇവിടെ നിർത്താക്കൂല, ഞങ്ങൾക്ക് കുടുംബമുണ്ട്. എന്റെ വീട്ടിലോ? അല്ലാതെ പിന്നെ എന്താണ് ഇവിടെ നിർത്താനോ? ഇവിടെ പറ്റില്ല അത്. അയ്യോ, ആകെ പ്രശ്നമായി. വീട്ടിലൊരു പെണ്ണ് വന്ന് നിൽക്കണോടാ. ഈ പെൺകൊച്ചിനെയാണ് നീക്ക് ഇന്നലെ രാത്രി പോയി ഇറക്കിക്കൊണ്ട് വന്നത്. ആരിറക്കി? ആരിറക്കിന്നാ? എന്നെ കൊണ്ട് വല്ല തെറിയും പറയിപ്പിക്കരുതട്ടാ. എന്തേ?
എടാ നീയൊക്കെ അല്ലേ രാത്രി ഇന്നലെ ഇറങ്ങിപ്പോയി ഇതിനെ വിളിച്ചുകൊണ്ട് വന്നോന്നും പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. എന്താ നിനക്ക് ഒന്നും ഓർമ്മയില്ലേ? എടാ ഇനി ഞങ്ങൾ എന്ത് ചെയ്തു നീ പറയണേ? നമ്മൾ മനഃപൂർവ്വം ചെയ്തവരാണല്ലോ നീ സംസാരിക്കണേ. അല്ല അമ്മാവനൊന്നും ഓർമ്മയില്ലേ? ഇല്ല. നിനക്കാ ലീറ്റോന് വല്ല ഓർമ്മ വേണ്ട? എനിക്ക് 9ാമത്തെ പെഗ് അടിച്ചത് വരെ ഓർമ്മയുണ്ട്, പിന്നെ ഒരു ഓർമ്മയില്ല. അത് ശരി, നിങ്ങൾക്ക് ആർക്കും ഓർമ്മയില്ലെങ്കിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം എന്താ ഉണ്ടായെന്ന്.